ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയോ ആദ്യത്തെ ഒരു പെണ്ണ് അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കിടന്ന് കൊണാന്ന് പറഞ്ഞ് നീ സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? അതെന്നെടാ എനിക്കും ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊന്നും നാണമില്ലേടാ? ഇങ്ങനെ അവൾക്കോ നാണുമാനുമില്ല, ഈ രേണുസുധി എന്ന് പറയുന്ന ആൾക്ക് തന്നെ നാണുമാനുമില്ല, പിന്നെ നിങ്ങൾക്കും തീരെ നാണുമാനുമില്ല ഉണ്ടായിപ്പോയി. സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് പിന്നെ ഞാനിങ്ങനെ കാണിക്കുന്നത് അത് നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, റിയാക്ഷൻ വീഡിയോയിൽ കൂടി ചെയ്ത് കാണിക്കാൻ നാണമില്ലല്ലോടാ നിങ്ങൾക്ക്. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, ഞാൻ മാത്രമൊന്നുമല്ലല്ലോ ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ചെയ്യുന്നത്, എത്ര ആൾ ചെയ്യുന്നു, പിന്നെ എന്നെ മാത്രം എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ. അപ്പോൾ അവിടെ കളിയും പഠിപ്പിക്കുന്നുണ്ടോ രണാസുധ? അപ്പോൾ അവിടെ എല്ലാവർക്കും കളി പഠിപ്പിക്കുന്നുണ്ട്. എന്ത് കളിയാ? ഫുട്ബോളാ, ക്രിക്കറ്റാ, അല്ലെങ്കിൽ മറ്റേ കളി സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്ന കളിയാണോ? മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നല്ലോ. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനിസത്തെ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ അതന്നെ, നീ പൂട്ടിക്കടാ, ചോണയുണ്ടെങ്കിൽ നീ പൂട്ടിക്കടാ. പിന്നെ പൂട്ടിക്കടാ. ഞാൻ എന്താ പറയുക, എനിക്കത് പൂട്ടിക്കാണ്ടിക്കേണ്ട ആളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്ന് നീ അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പൂട്ടിക്കടാ. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചോണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. അത് നീ പറഞ്ഞത് റിയാക്ഷൻ വീഡിയോക്കാരെന്ന് നന്നായിട്ട് മനസ്സിലാക്കാം. അതേടി നമ്മളാരും കുറ്റം പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുന്നില്ല. നമ്മളെ അവയവം നമ്മളെ ഇഷ്ടപ്രകാരം സബ്സ്ക്രിപ്ഷനിലൂടെ വരുന്ന ആളുകൾക്ക് 150-175 രൂപ കൊടുത്തിട്ട് അതിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വരുന്ന ആളുകൾക്ക് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നതെന്ന്. എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീക്ക് ഇത്ര വലിയ സംഭവം ആക്കിയേക്കുന്നത്. നിനക്ക് അതുലിനോടാ നീ പറയാ നാണോ മാനോ കെട്ട അതുലേ. ഈ നാണുമാനെന്ന് പറയുന്ന സാധനം അത് എത്രത്തോളം നിനക്കുണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി കേട്ടോ. നീ അതുലിനോട് ചോദിക്കാനേ, അപ്പം നിൻ്റെ നാണവും മാനും എത്രത്തോളം നമുക്ക് മനസ്സിലായി അല്ലേ? സബ്സ്ക്രിപ്ഷനിലൂടെ നമുക്ക് മനസ്സിലായി നിനക്ക് എത്രത്തോളം നാണവും മാനും ഉണ്ട്. നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ. എടാ നീ കാരണം എനിക്ക് കുറച്ച് പ്രമോഷനാണ് കിട്ടുന്നത്, മനസ്സിലായോ? എടാ നാണം ഉണ്ടോടാ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? എടിയേ, ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിന എന്തിനാ? അത് ജനങ്ങൾക്ക് കയറി ഇറങ്ങാൻ തന്നെയല്ലേ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിന്. പിന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ജനങ്ങൾ കയറി ഇറങ്ങിയാൽ മാത്രമല്ല അവർക്കും കഞ്ഞി കുടിക്കട്ടെ, പോലീസുകാർക്കും കഞ്ഞി കുടിക്കണം. പോലീസ് സ്റ്റേഷനിൽ ഒരിക്കൽ കയറി പിന്നെ കയറിക്കൂടാന്നൊന്നുമില്ലല്ലോ. എത്ര വട്ടം വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറാം, അമ്പലത്തിൽ കയറും പോലെ. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചിനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പം പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യമാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്, പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നത് നിനക്ക് നാണമാകുന്നില്ലേ? അതിൽ എന്തൊക്കെ നിർത്താറായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ വാദോരാതെ പ്രസംഗിക്കുന്നല്ലോ, എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നത്. നിനക്ക് യോഗ്യത, എന്ത് യോഗ്യതയാണ് പറയാൻ? എടി എല്ലാവരും അച്ഛന്മാരും അങ്ങനെ തന്നെ കഷ്ടപ്പെട്ടിട്ട് തന്നെ മക്കളെ വളർത്തൽ. പക്ഷെ എന്നാന്ന് നീ മാത്രം ഇതിങ്ങനെ എടുത്ത് ഇവിടെ പറയുന്നില്ല. അല്ലാണ്ട് എല്ലാവരും അച്ഛന്മാരും കട്ടുകൊണ്ടുവന്നിട്ടൊന്നല്ല മക്കളെ പോറ്റുന്നു കേട്ടോ, കഷ്ടപ്പെട്ടിട്ട് തന്നെ മക്കളെ പോറ്റുന്നു. പിന്നെ മറ്റുള്ളവരെ അച്ഛനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു യോഗ്യതയെ ആവശ്യമില്ല, കുറച്ച് കോമൺ സെൻസ് മാത്രം മതി. മക്കളുടെ അച്ചടക്കമില്ലായ്മയെന്ന് ഒരു അച്ഛനും അമ്മനും പറയിക്കല്, അത് പ്രത്യേകിച്ചിട്ട് പെണ്ണുങ്ങൾ കേട്ടാ. പെൺമക്കളുള്ള അമ്മനച്ഛനും നല്ലോണം. അതുപോലെ ഡാനിസത്തിനും അവനും കേൾക്കണം, ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനിസത്തിന് ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുധി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുധി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുധിക്ക് തന്നിട്ടുള്ളത്. അതിനനുസരിച്ച് രേണുസുധി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? എത്ര വട്ടം ചോദിച്ചിടാ നിന്നോട്, നാണമില്ലടാ അതുലെ നിനക്ക്? നാണമില്ലടാ നിനക്ക്? എൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ യൂട്യൂബിലിട്ട് വിളമ്പാൻ നിനക്ക് നാണമില്ലടാ? നിനക്ക് നാണമില്ലടാ? ചെയ്യുന്ന നിനക്ക് നാണമാനില്ല. അത് പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് അന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട ആൾക്ക് കുറ്റം. ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണെന്ന് നീ
ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുതിയുടെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ്. പുഞ്ഞാര മോളൊന്ന് ക്ഷമിക്കണം കേട്ടോ. രേണു സുധീര മണ്ടക്ക് അത്രയും വിലയാണ്. അതുകൊണ്ടാണ് എല്ലാവരും രേണു സുധീര മണ്ടക്കെട്ട് കളിക്കുന്നത്. മറ്റുള്ളവരെ മണ്ട പോലെയല്ല രേണു സുധീര മണ്ട. ഓക്കെ.